ഫ്രണ്ട്സ്, ഷുഡ്, വുഡ്, കുഡ് എന്നീ വാക്കുകളുടെ ഉപയോഗം എന്താണ്? ലൈവിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡൗട്ട് ഇതാണ്. അപ്പം നമ്മൾ ഇന്ന് ഇതാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനൊക്കെയാണ് കുഡ്, വുഡ്, ഷുഡ് യൂസ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഷുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷുഡ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സംഭവിക്കേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് അവൻ വരേണ്ടതാണ് അല്ലെങ്കിൽ അവൾ പറയേണ്ടതാണ് എന്നുള്ള അർത്ഥം വരത്തില്ലേ? ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളുടെ കൂടെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് അവൻ 2 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. ഓക്കെ, എത്തേണ്ടതാണ്. ഇവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? അവൻ 2 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. ഹി ഷുഡ് ബി ഇവിടെ ഹിയർ അറ്റ് 2 o'clock. ഹി ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock. അവൻ 2 മണിക്ക് എത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഹി ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഷുഡ് ബി റീച്ചിങ് ഹിയർ അറ്റ് 2 o'clock എന്ന് പറയാം. വേണമെങ്കിൽ ഹി ഷുഡ് ബി റീച്ചിങ് ഹിയർ അറ്റ് 2 o'clock എന്ന് പറയാം. ഓക്കെ, സോ ഹി ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock അല്ലെങ്കിൽ ഹി ഷുഡ് ബി റീച്ചിങ് ഹിയർ ബൈ 2 o'clock എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യേണ്ടതാണ്, പറയേണ്ടതാണ്, ഹി ഷുഡ് ബി ടെല്ലിങ് അല്ലെങ്കിൽ ഹി ഷുഡ് ബി സേയിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി വരേണ്ടതാണ്, ഹി ഷുഡ് ബി കമ്മിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണെന്ന് പറയാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത് എപ്പോഴാണ് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ചെയ്യണോ, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പറയണോ, ഞാൻ പറയണോ, ഞാൻ കഴിക്കണോ, അല്ലെങ്കിൽ അവൻ വരണോ, ഞാൻ പഠിക്കണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോകണോ. അപ്പം അത് ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഷുഡ് ആദ്യം വരണം, കാരണം ചോദ്യമാണ് അല്ലേ? ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഷുഡ് ആദ്യം യൂസ് ചെയ്യണം. നമ്മൾ അവൻ്റെ വീട്ടിൽ പോകണോ? ഷുഡ് വി ഗോ ടു ഹിസ് ഹൗസ് അല്ലെങ്കിൽ ഹിസ് ഹോം. ഓക്കെ, ഹോം അല്ലെങ്കിൽ ഹൗസ് യൂസ് ചെയ്യാം. ഇവിടെ ടു ഹിസ് ഹോം എന്ന് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മുന്നേ ഹിസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടു ഹിസ് ഹോം എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഗോ ഹോം എന്നേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണോ, ഒരു കാര്യം ചെയ്യണോ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോകണോ? ഷുഡ് വി ഗോ ടു ഹിസ് ഹോം. ഓക്കെ, അടുത്ത ഷുഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ചെയ്യണം എന്ന് പറയുമ്പോൾ ഷുഡ് യൂസ് ചെയ്യും, ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഷുഡ് നോട്ട് യൂസ് ചെയ്യും. ഷുഡ് നോട്ട്, ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം പറയണം, എന്തെങ്കിലും ഒരു കാര്യം കഴിക്കണം, നിന്റെ ജോലി ചെയ്യണം, നീ പഠിക്കണം എന്നൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രവൃത്തി ചെയ്യണം എന്ന് നമ്മൾ തറപ്പിച്ച് പറയില്ലേ? അങ്ങനത്തെ കേസിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, നീ പച്ചക്കറി കഴിക്കണം. ഇപ്പം നമ്മൾ നമ്മളെ മക്കളോട് പറയുകയാണെന്ന് വിചാരിക്കാം, നീ പച്ചക്കറി കഴിക്കണം. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം യു ഷുഡ് ഈറ്റ് എന്താണ്? You should eat vegetable. You should eat vegetables. ഓക്കെ, ഇനി നീ പച്ചക്കറി കഴിക്കരുത്, ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഷുഡ് നോട്ട് യൂസ് ചെയ്യണം. യു ഷുഡ് നോട്ട് ഈറ്റ് വെജിറ്റബിൾസ്. ഓക്കെ, ഷുഡ് നോട്ട് ഈറ്റ് വെജിറ്റബിൾസ്. ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഷുഡ്, ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ ഷുഡ് നോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഷുഡിനെ കുറിച്ചാണ്. കുഡ്, വുഡ്, ഷുഡിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് പഠിച്ചത് ഷുഡിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഷുഡിൻ്റെ യൂസേജ്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, അവൻ പോകേണ്ടതാണ്, അവൻ ഒരു 2 മണിയാകുമ്പോൾ എത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരേണ്ടതാണ്. അങ്ങനെയൊക്കെ പറയുന്ന കേസസിൽ നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. ഷുഡ് ബി ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. പോകണോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഷുഡ് വെച്ച് വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഉദാഹരണത്തിന്, നമ്മൾ അവരുടെ വീട്ടിൽ പോകണോ? ഷുഡ് വി ഗോ ടു ഹിസ് ഹൗസ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കണോ? ഷുഡ് വി സ്റ്റഡി. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങണോ? ഷുഡ് ഐ സ്ലീപ്പ് ടുഡേ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേർഡ് തന്നെ ഷുഡ് ആയിരിക്കണം. ഇനി അടുത്ത യൂസേജ് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനായിട്ട് ഷുഡ് യൂസ് ചെയ്യാം. നീ പോകരുത് എന്ന് പറയാനായിട്ട് യു ഷുഡ് നോട്ട് ഗോ എന്ന് പറയാം. നീ പോകണം എന്ന് പറയാനായിട്ട് യു ഷുഡ് ഗോ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് ഷുഡിൻ്റെ യൂസേജസ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ
ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. English Mithra. Stop worrying, start learning.